ഹലോ ഗായ്സ്, SKS മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗായ്സ്, ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു മഹേന്ദ്ര താർ പെയിന്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഗായ്സ്, ഈ ഒരു വണ്ടിയുടെ ബോഡിയുടെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പം ഞങ്ങൾ ചെയ്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റിൻ്റെ കമ്പികളൊക്കെ അങ്ങ് അടിച്ചു കൊടുത്തിട്ടു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബോഡിയുടെ വർക്കെല്ലാം കഴിഞ്ഞ പെയിൻറ്റിങ് വർക്കെല്ലാം കഴിഞ്ഞ് അവിടെ ചെല്ലും അപ്പോൾസറി ചെല്ലപ്പോഴത്തേന് ഇതിൻ്റെ സീറ്റൊക്കെ അവർ ഫുൾ അടിച്ചു വെക്കും. അതുകൊണ്ടാണ് അങ്ങനെ ആദ്യം നമ്മൾ സീറ്റിൻ്റെ കമ്പികളൊക്കെ അടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അത് നമ്മൾ അടിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോഡിയുടെ വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, വലുതായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കുറച്ച് ഹോളുകളൊക്കെ കിടപ്പുണ്ട്, ഈ സൈഡിലെ ഒരു ചെറിയ പീസുകളൊക്കെ വെച്ച ഹോളുകളൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ അപ്പോൾസറി സ്ക്രൂ ചെയ്ത് പിന്നെ കാലി ടാർപ്പ് അടിച്ചിട്ടിരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ പൈപ്പൊക്കെ എന്ന് പറഞ്ഞാൽ പൈപ്പും അതേപോലെ തന്നെ സൈഡൊക്കെ തകരടിച്ചത് ഇപ്പോഴാണ്. അങ്ങനെയാണ് ഇത് പെയിൻറ്റ് ചെയ്യാനായിട്ട് കാരണം. ബോഡി വലുതായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കമ്പികളൊക്കെ നമ്മൾ പിന്നെ ടോപ്പൊക്കെ അടിച്ചപ്പോഴത്തേന് പിന്നെ സൈഡൊക്കെ ഫുള്ള് ഹോളുകളൊക്കെ ഒന്ന് അടച്ചു, ഈ കാണുന്ന ഹോളുകളൊക്കെ ഒന്ന് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ഒരു കോട്ടങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഇളക്കി ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണിത് ഒരു കോട്ട് പെയിൻറ്റ് അടിക്കാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ. പിന്നെ പ്ലാറ്റ്ഫോമിലൊക്കെ ഇച്ചിരി പാച്ച് വർക്കൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ ഫുൾ ഒരു കോട്ടങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി പെയിൻറ്റിങ്ങിന് ഇതിൻ്റെ കസ്റ്റമർ പണിക്ക് കയറ്റിയത് കേട്ടോ. പിന്നെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഈ ഡോറിനകത്ത് തന്നെ ഈ പിന്നെ ചെറിയൊരു പീസ് സ്റ്റെപ്പിനെ വെക്കുന്ന ഒരു പീസൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഈ നട്ട് കൊണ്ടിട്ട് മുറുക്കുന്ന ഹോളുകളൊക്കെ അടയ്ക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇത് ഒരുപാട് പെയിൻറ്റ് അടിക്കാനായിട്ട് കയറ്റിയത്. അപ്പോൾ ഞാനിതിൻ്റെ ബോഡി ഫില്ലറിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ബോഡി ഫില്ലർ ഇട്ട് വലിയ മൊത്തത്തിൽ ഇടുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല. NC പുട്ടി തൊട്ടാണ് നമ്മൾ അങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ. NC പുട്ടി എന്ന് പറയുന്നത് ബോഡി ഫില്ലർ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സൈഡിൽ നിന്ന് ഇട്ടിട്ട് ആ സൈഡ് ഇട്ട് ബോഡി ഫില്ലർ തേച്ച് പോകുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ NC പുട്ടി ഇട്ടങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് NC പുട്ടി നിങ്ങൾ കാണാൻ മനസ്സിലാവും, ഒരു സൈഡ് ഫുള്ള് NC പുട്ടി ഇട്ടേക്കാണ്. അപ്പോൾ അങ്ങനെ റൗണ്ട് ചെയ്ത് വരികയാണ്. ഓരോരോ പീസ് ഓരോരോ സൈഡ് നമ്മൾ ബോഡി ഫില്ലർ തേക്കുന്നു, ആ സൈഡ് അന്നേരം തന്നെ NC പുട്ടി ഇട്ടങ്ങ് പോകും. അപ്പം പെട്ടെന്ന് അങ്ങ് തീരുന്നപ്പോൾ പിന്നെ വർക്ക് തീരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ ഈ ഒരു വണ്ടിയുടെ ബോഡിയുടെ വർക്കെല്ലാം നമ്മൾ ചെയ്തു കേട്ടോ. ബോഡി ഫില്ലർ ഇടക്കവും അതേപോലെ തന്നെ NC പുട്ടി ഇടക്കമൊക്കെ അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ പിന്നെ NC പുട്ടിയൊക്കെ ഇട്ടു. NC പുട്ടി ഇട്ട ശേഷം പിന്നെ നമ്മൾ 220-ൻ്റെ പേപ്പർ ഇട്ടാണ് തേച്ചത് കേട്ടോ. അപ്പം PS ഗ്രേ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ തേച്ചതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഈ NC പുട്ടി ഇട്ട ശേഷം 220-ൻ്റെ പേപ്പർ ഇട്ടാണ് നമ്മൾ തേച്ചത് കേട്ടോ. നൈസൊക്കെയാണ്, ചെറിയ സ്പോട്ടുകളേ ഉള്ളൂ. നൈസായിട്ട് പുട്ടിയിട്ടേക്കുവാണെങ്കിൽ 320 ഇട്ടാണ് ഞാൻ തേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിക്ക് ഒക്കെ ഇട്ടത് കൊണ്ടും എല്ലാ സ്ഥലത്തും ഇച്ചിരി പിന്നെ NC പുട്ടിയുടെ വർക്കൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ 220-ൻ്റെ പേപ്പർ ഇട്ടാണ് പിന്നെ ഈ NC പുട്ടിയൊക്കെ തേച്ചത് കേട്ടോ. 220-ൻ്റെ പേപ്പർ ഇട്ട് തേച്ചിട്ട് 320-ൻ്റെ പേപ്പർ ഇട്ട് നൈസ് ചെയ്ത് കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പിന്നെ ഈ പൈപ്പ് മാറിയതിനകത്തൊക്കെ നമ്മൾ പ്രൈമർ അടിച്ചായിരുന്നു കേട്ടോ. പ്രൈമർ അടിക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, പിന്നെ പെയിൻറ്റ് അടിക്കുന്നതാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അടിക്കുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ ആസ്പയാണ് ഇതിൻ്റെ പൈപ്പിനകത്തൊക്കെ നമ്മൾ അടിക്കുന്നത് കേട്ടോ. അകത്ത് അതേപോലെ പ്ലാറ്റ്ഫോമും എല്ലാം നമ്മൾ ആസ്പ പെയിൻ്റാണ് അടിക്കുന്നത് കേട്ടോ. ആസ്പ പെയിൻ്റാണ് നമ്മൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം അടിക്കുന്നതും അതേപോലെ തന്നെ ഈ മൂളി നമ്മളപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പുകളൊക്കെ നമ്മൾ അടിക്കുന്നത് പറഞ്ഞാൽ ആസ്പ പെയിൻ്റാണ് കേട്ടോ. അപ്പം പ്രൈമർ നമ്മൾ 1-2 പീസുകളൊക്കെ രാത്രിയിലൊക്കെ പിന്നെ അങ്ങ് അടിച്ചു വെച്ച് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഓരോ സമയങ്ങൾ കിട്ടുമ്പോഴത്തേനും അതേപോലെ തന്നെ കസ്റ്റമറുടെ ഒരു അത്യാവശ്യ ഒരു ഇതിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം പകലൊക്കെ ആണ് നമ്മൾ ചെയ്യുന്നത്, പിന്നെ അത്യാവശ്യമാണെന്നാണ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ പിന്നെ എന്താണ് പ്രൈമറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. പ്രൈമർ നമ്മൾ അകം അടിച്ചു, അത് പിന്നെ അകമെല്ലാം അടിക്കാനുള്ളതെല്ലാം അടിച്ചു. ഇതിൻ്റെ കമ്പികളെല്ലാം നമ്മൾ മുകളിലത്തെ ടാർപ്പ് വരുന്ന ഭാഗത്തുള്ള കമ്പികളെല്ലാം അടിച്ച് നമ്മൾ വെളിയിൽ PS ഗ്രേ അടിച്ച് സ്പോട്ട് പുട്ടിയിട്ട് തേച്ച് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അടിക്കാൻ പറ്റുമൊക്കെ അണ്ടർ കോട്ട് കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ റെഡിയാക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ. പെയിൻറ്റ് അടിക്കാനായിട്ട് റെഡിയായി ഈ ഒരു വണ്ടിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടർ കോട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ പിന്നെ ലാക്കർ വൈറ്റ് ആണ് കേട്ടോ. NC വൈറ്റ് ആണ് പിന്നെ അണ്ടർ കോട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് പിന്നെ PU പെയിൻറ്റ് അടിക്കുന്നത് കേട്ടോ. ഫിനിഷിംഗ് കോട്ട് അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് നമ്മൾ ഈ അണ്ടർ കോട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ചെറിയ ലൈനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ ഒരു ലൈനൊക്കെ ഉണ്ട്, അപ്പം അതൊക്കെ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഇടണം. അപ്പം നല്ലൊരു മഴയുടെ ഒരു ലക്ഷണം ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാറിനകത്തിരുന്നാണ് ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ ഞാൻ പിന്നെ വോയിസ് കൊടുക്കുന്നത്. അപ്പം സൗണ്ട് എന്തുമാത്രം കറക്റ്റ് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഈ വണ്ടിയുടെ നമ്മൾ അകമെല്ലാം ഫുള്ള് പിന്നെ പിന്നെ വൈറ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. അകത്തെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ വെളിയിൽ അണ്ടർ കോട്ട് നമ്മൾ ലാക്കർ വൈറ്റ് കൊടുക്കുന്നു. അത് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് പറഞ്ഞാൽ
മെയിൻ പെയിൻറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എൻജിൻ ബ്രേക്ക് ആകാൻ നമ്മൾ പിന്നെ ഈ കാണുന്ന ഭാഗമെല്ലാം ഫുള്ള് നമ്മൾ ആസ്പ വൈറ്റ് ആണ് അടിച്ചേക്കുന്നത് കേട്ടോ. ചെറുതായിട്ടേ ഉള്ളൂ, ഒത്തിരി നമ്മൾ അടിച്ചാൽ ഈ സൈഡൊക്കെ ഒത്തിരി ആയെങ്കിലും പറന്ന് അകത്തൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു വൃത്തികേടാണ്. അതുകൊണ്ടാണ് നമ്മൾ വേണ്ടുന്ന കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ പിന്നെ എൻജിൻ ബ്രേക്ക് അകത്തൊക്കെ അടിച്ചിട്ടുള്ളൂ കേട്ടോ. എന്തായാലും ഇനി നമുക്ക് എന്തായാലും ഇതിന് അണ്ടർ കോട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇനി കൊടുക്കാം കേട്ടോ. അപ്പം സൈഡൊക്കെ തുടച്ചിട്ട് അണ്ടർ കോട്ട് ഞങ്ങൾ കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അണ്ടർ കോട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അണ്ടർ കോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ട് 1-2 ചെറിയ പാടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെറുതായിട്ട് നമ്മൾ ഒരു ചെറിയ സ്പോട്ട് നമ്മൾ പെൻസിൽ പുട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ അതിനകത്ത് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം പെയിൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ അടിക്കാൻ പോകുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ PU പെയിൻ്റാണ്. PU ആണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അപ്പം PUവിൽ നമ്മൾ ഡയമണ്ട് വൈറ്റ് ആണ് എടുക്കാനായിട്ട് അവിടെ ചെന്നത്. അപ്പോഴത്തേന് ഇത് കളർ കണ്ടപ്പോഴത്തേന് ചെറിയൊരു വെള്ള മതി, ഭയങ്കര മഞ്ഞയായി പോകുമെന്ന് പറഞ്ഞു. അപ്പം ചെറിയൊരു ചെറുതായിട്ട് ഇച്ചിരി കൂടെ വെള്ളയാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു കളർ നമ്മൾ ഈ ഒരു വണ്ടിയുടെ വെളിയിലെ കളർ നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ അടിക്കാൻ പോകുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ PU പെയിൻ്റാണ് കേട്ടോ. PU വൈറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് അടിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അടിക്കാനുള്ള റെഡിയായ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലായിടും എയറൊക്കെ അടിച്ച് നമ്മൾ ഈ എംബ്ലത്തിനകത്തൊക്കെ ഉണ്ട് എയറൊക്കെ ഉണ്ട്. അപ്പോൾ വല്ല ചെറിയ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അടിച്ച് കളഞ്ഞ ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് തുടങ്ങാൻ പോകുന്നത്. അപ്പം ലൂസായി ഇത് PU പെയിൻറ്റ് പൊട്ടിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വേറെ തന്നെയാണ്. അപ്പം PPGയുടെ PU ടിന്നറാണ് നമ്മൾ മേടിച്ചേക്കുന്നത് കേട്ടോ. ഡാഷ്ബോർഡ് വരുന്ന ഭാഗവും അതുപോലെ തന്നെ ഡോറിനകമൊക്കെ നമ്മൾ PU പെയിൻ്റാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പെയിൻറ്റ് അടിക്കുന്നത് കാണാം.
അതൊന്നും നടക്കൊന്നുമില്ല. അങ്ങനെ വിളിച്ചതുമില്ല. കാര്യങ്ങൾ നടക്കും. അതുകാരിക്കും ഒരുമിച്ച് വരും. അങ്ങനെ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് വർക്ക്, അതായത് വെള്ളയുടെ പെയിൻറ്റിങ് വർക്കെല്ലാം ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ PU പെയിൻ്റാണ് അടിച്ചത്. അപ്പം PU പെയിൻറ്റ് നമ്മൾ 1 ലിറ്റർ പെയിൻറ്റും അതിൻ്റെ ഹാർണറും അതുപോലെ ടിന്നറുമാണ് നമ്മൾ ഇതിന് എടുത്തത് കേട്ടോ. ബോഡിക്ക് വെളിയിൽ PU പെയിൻറ്റ് എടുത്തത് അതാണ്. അതേപോലെ തന്നെ അകം അടിച്ചതും അതേപോലെ ഇതിൻ്റെ കമ്പി, പിന്നെ മുകളിൽ ടാർപ്പ് വരുന്ന കമ്പി, ഇതൊക്കെ അടിച്ചെന്ന് പറഞ്ഞാൽ ആസ്പ പെയിനാണ്. നേരത്തെ ഞാൻ പറഞ്ഞാൽ ആസ്പ പെയിനാണ് അടിച്ചത്. അതേപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ ബ്രേക്കകത്തും അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ഭാഗം, കുറച്ച് ഭാഗങ്ങളൊക്കെ അടിച്ചത് പിന്നെ ആസ്പ പെയിൻ്റാണ്. ആസ്പ പെയിൻറ്റ് നമ്മൾ ഇതിനെടുത്തെന്ന് പറഞ്ഞാൽ 2.5 ലിറ്റർ പെയിൻ്റാണ് എടുത്തത്. 2.5 ലിറ്റർ പെയിൻറ്റ് എടുത്ത ശേഷം നമ്മളിതിൻ്റെ അവസാനം വന്നപ്പോഴത്തേന് പെയിൻറ്റ് തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ സ്പ്രേ ഒക്കെ ചെയ്യുമ്പോഴത്തേന് ഈ കമ്പികളൊക്കെ ഫുള്ള് സ്പ്രേ ഒക്കെ ചെയ്യുമ്പോഴത്തേന് പരമാവധി പെയിൻറ്റ് ഒത്തിരി വേസ്റ്റാണ്. കാരണം പറന്ന് ഒത്തിരി അങ്ങ് പോകും സ്പ്രേ ചെയ്യുമ്പോഴത്തേന്. ഇത് കമ്പി പുതിയൊരു കമ്പി നമ്മൾ വെൽഡ് ചെയ്തതുകൊണ്ടാണ്, അതായത് ടാർപ്പ് എടുക്കുന്ന വരുന്ന ഭാഗത്ത് പുതിയ പൈപ്പാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമ്മളെല്ലാം ഫുള്ള് സ്പ്രേ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പം കാണാനും ഒരു വൃത്തിയാണ് സ്പ്രേ ചെയ്യുമ്പോഴത്തേന്. അങ്ങനെയാണ് നമ്മൾ പിന്നെ അതെല്ലാം സ്പ്രേ ചെയ്യാനായിട്ട് കാരണം. പ്രൈമറും എല്ലാം സ്പ്രേ ആണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഈ 2.5 ലിറ്റർ പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ തികഞ്ഞില്ല. അവസാനം ഒരു 200 പെയിനുകൾ എടുക്കേണ്ട വന്നത്. ചെറുതായിട്ട് ടച്ചപ്പ് ചെയ്യാനും ഒക്കെ, നമ്മൾ അകമൊക്കെ ടച്ചപ്പ് ചെയ്യാനൊക്കെ നമുക്ക് 200 പെയിനുകൾ എടുക്കേണ്ട വന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പിന്നെ ചേസിൻ്റെ ഈ ഡിസ്കും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഡിസ്കൊന്നും അടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ചേസൊക്കെ ഒന്ന് കറപ്പിച്ച് റെഡിയായി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചേസൊക്കെ അടിച്ചു. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വരുന്ന ഭാഗത്ത് ക്ലച്ച്, ബ്രേക്ക്, അതിൻ്റെയൊക്കെ ആ ഒരു ഫെഡലൊക്കെ അതൊക്കെ നമ്മൾ പിന്നെ ബ്ലാക്ക് ചെയ്ത് കൊടുത്തു. അതൊക്കെ എന്ന് വെച്ചാൽ മാറ്റ് ബ്ലാക്കാണ് അടിച്ചത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ, അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ റേഡിയേറ്ററൊക്കെ വരുന്ന ഭാഗത്ത് ഒരു മാറ്റ് ബ്ലാക്ക് ഒരു പീസ് ഉണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് പീസ്, ആ ഒരു ഗ്രില്ലാണ്. അത് നമ്മൾ മാറ്റ് ബ്ലാക്കാണ് നമ്മൾ അടിച്ചേക്കുന്നത് കേട്ടോ. ഫുള്ള് മാറ്റ് ബ്ലാക്കാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് നമ്മൾ അടിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ കമ്പിയൊക്കെയാണ് നമ്മൾ ഇനാമൽ ബ്ലാക്ക് അടിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്കെല്ലാം ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം സൈഡ് ഗ്ലാസും ചെറുതായിട്ടൊന്ന് കറപ്പിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതും മാറ്റ് ബ്ലാക്കാണ് നമ്മൾ അടിച്ചേക്കുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ എന്ന് വെച്ചാൽ വേറെ നമ്മൾ അതൊക്കെ അടിച്ചു കൊടുത്തായിരുന്നു. അതൊക്കെ നമ്മൾ വേറെ അടിച്ച് വെച്ചിരിക്കുക. അതൊന്നും സെറ്റ് ചെയ്തില്ല. ഇനി നമ്മൾ നേരെ ഇതിന് അപ്പോൾസറിക്ക് വണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു വണ്ടിയുടെ വർക്കെല്ലാം നമ്മൾ ഫുള്ള് തീർത്തിരിക്കുകയാണ്. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ ഓണറും ഞാനിവിടെ പറഞ്ഞാൽ ഭയങ്കര ഒരു ബന്ധമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ കംപ്രസറൊക്കെ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചേട്ടൻ്റെ വണ്ടിയിലാണ് പോയി എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. കംപ്രസർ ആദ്യമായിട്ട് നമ്മൾ വർക്ക്ഷോപ്പ് തുടങ്ങി എടുത്തുകൊണ്ട് വരുന്നത് ഈ ഒരു ചേട്ടൻ്റെ വണ്ടിയിലാണ്. നല്ലൊരു കമ്പനിയാണ് പുള്ളിക്കാരൻ, ഞാനും കേട്ടോ. പിന്നെ അതുപോലെ ഡാഷ്ബോർഡൊന്നും നമ്മൾ അടിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ ഒന്ന് തൂത്തുടച്ച് റെഡിയാക്കി എടുത്തേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് പോളിഷൊക്കെ ഒന്നിട്ട് തൂത്തുടച്ച് എടുത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതിനി അപ്പോൾസറിക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.